നമസ്കാരം, ഞാൻ ഗീത, അംഗൻവാടി ടീച്ചറാണ്. നമ്മുടെ അംഗൻവാടി ടീമിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ജനുവരി മാസത്തിലെ തീമാണ് ആഹാരം. ആ ആഹാരം നമ്മളിപ്പോൾ ആദ്യം ഒരു തീം തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ സ്വതന്ത്ര സംഭാഷണമാണ്. അംഗൻവാടി നമ്മൾ 9 മണിക്ക് തുറന്ന് ശുചിത്വ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 9:30-ക്ക് നമ്മൾ തീം തുടങ്ങുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഈശ്വര പ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറ്റൻഡൻസും അടുത്ത് ഈശ്വര പ്രാർത്ഥന. നമ്മുടെ തീമിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്വതന്ത്ര സംഭാഷണമാണ്. സ്വതന്ത്ര സംഭാഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് വേണോ സംസാരിക്കാം. അപ്പോൾ നമുക്കിവിടെ സംസാരിക്കാനുള്ളത് ആഹാരത്തിനെ കുറിച്ചാണ്. നമുക്ക് ആഹാര കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവർ രാവിലെ നിങ്ങൾ എന്ത് കഴിച്ചിട്ട് വന്നു എന്ന് മുതൽ നമുക്ക് തുടങ്ങാം. ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച് പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാരവും ഉണ്ട്, പാകം ചെയ്യാതെ പച്ചയ്ക്ക് കഴിക്കുന്ന ആഹാരവും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് അവർ കഴിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കാം. അത് തുടർന്ന് ഓരോന്ന് ചോദിച്ച് നമുക്കതിൽ ഓരോ മറുപടി പറയാം. അതിൽ സാമൂഹിക വൈകാരിക വികാസം ഉണ്ടാകും. ഈ സ്വതന്ത്ര സംഭാഷണത്തിലൂടെ ഭാഷാ വികാസം ഉണ്ടാകുന്നു. നമ്മൾ ഒന്നിങ്ങനെ ഓരോന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളെ കൂടെ മറുപടി പറയുന്നതിലൂടെ അവർക്ക് ഭാഷാ വികാസം ഉണ്ടാകുന്നു. അവരുടെ സംസാരത്തിന് നല്ല സ്ഫുടത ഉണ്ടാകുന്നു. നമ്മളുമായിട്ട് അവർക്ക് സംസാരിച്ചൊരു ഇത് കുഞ്ഞുങ്ങളുടെ സംസാരശേഷി വർദ്ധിക്കുകയാണ്. എൻ്റെ അംഗൻവാടിയിൽ തന്നെ ഇത്തിരി സംസാരത്തിനൊക്കെ പിന്നോക്കം ഉള്ള കുഞ്ഞുങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരെ നമ്മൾ കൂടുതൽ പരിഗണിക്കണം. അവരെ കൂടുതൽ പരിഗണിച്ച് അവരെ കൂടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. അവർ നമ്മൾ പറയുന്ന ഓരോ വാക്കും അവർ പറയാൻ മടിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൂടുതലായിട്ട് അവരെ വിട്ട് ഓരോന്ന് പറയിക്കുക, നിർബന്ധിച്ചെങ്കിലും അവരെ വിട്ട് പറയിക്കുക. അങ്ങനെ സ്വതന്ത്ര സംഭാഷണത്തിലൂടെ നമുക്ക് അവരുടെ ആ ഭാഷാ വികാസത്തിനെ വളർത്തിയെടുക്കാനും അവരുടെ സംസാരശേഷി തന്നെ വളർത്തിയെടുക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെ ആഹാരത്തിനെ കുറിച്ച് നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം ആവശ്യമാണ്. സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ആഹാരം ആവശ്യമാണ്. അതുമുതൽ നമുക്ക് പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഹാരങ്ങൾ പലഹാരങ്ങളാണ്. പലഹാരം എന്ന് പറയുമ്പോൾ ഇഡലി, ദോശ, പുട്ട് അങ്ങനെയുള്ള ആഹാരങ്ങളെ കുറിച്ച് അവർ നിത്യവും അവരുടെ വീട്ടിൽ അമ്മമാർ കൊടുക്കുന്നത്, നമ്മൾ അംഗൻവാടിയിൽ കൊടുക്കുന്നത്, 2 ദിവസം ഇഡലി സാമ്പാറും കൊടുക്കുന്നു. അതൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുത്ത് ഇത് നിങ്ങളുടെ ആഹാരമാണ്, ഇതാണ് പുട്ട്, ഇതാണ് ഇഡലി, ഇതാണ് ദോശ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവർക്ക് ഓരോ സാധനങ്ങൾ കാണിച്ച് അവരെ അതിലോട്ട് വികാസത്തിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ ചിത്രങ്ങളും കാണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിത്രങ്ങൾ നിർമ്മിച്ച് നേരത്തെ വെച്ചിരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ ജനുവരിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിത്രങ്ങൾ 2-3 അത്യാവശ്യ ചിത്രങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാം എന്നുള്ളത്, കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അത് എങ്ങനെ എത്രയും വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ വരച്ചിവിടെ കാണിച്ചു തരാം. നമുക്ക് ആഹാരത്തിന്റെ തീമില് ആദ്യം ഏറ്റവും അധികം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണാനും കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പം ആദ്യം നമുക്ക് ഒരു ഐസ്ക്രീം എങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളെ വി ഉണ്ടല്ലോ, ക്യാപിറ്റൽ ലെറ്റർ വി, ഒരു വി എഴുതാം. വി, ക്യാപിറ്റൽ ലെറ്റർ വി എഴുതാം. വി കണ്ടോ, ഇതിപ്പോ ഒരു ഇംഗ്ലീഷ് വി ആയല്ലോ. നമ്മൾ മരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇട്ട് പഠിച്ചല്ലോ, 3 നമുക്ക് ഇട്ട് നോക്കാം. കണ്ടോ, ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഈ ഐസ്ക്രീമിൽ വാങ്ങുമ്പോൾ ആ ക്രീമിന്റെ മുകളിൽ ഒരു ചെറിയുണ്ട്, അത്. പിന്നെ ഈ ഐസ്ക്രീമിന്റെ കണ്ടോ കപ്പില് ചെറിയൊരു 5-6 വരകൾ കൊടുക്കുമ്പോൾ ഒരു ഡിസൈനായി. ഇതിന് സ്കെച്ച് ഇങ്ങനെ വരച്ചല്ലോ, ഇതിന് സ്കെച്ച് പേന കൊണ്ട് ഒന്ന് ബോർഡർ കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഐസ്ക്രീമിന് വാനിലയോ പിസ്തയോ ഏത് കളർ വേണോ കൊടുക്കാം. അങ്ങനെ കളറടിച്ച് വെച്ച ഒരു ഐസ്ക്രീമാണ് ഇത്. വരച്ച് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കളറടിക്കാനും കൊടുക്കാം, അവർക്ക് കാണിച്ചു കൊടുക്കാനും കുഞ്ഞുങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരു ഐറ്റമാണ് ഐസ്ക്രീം. നമുക്ക് ഐസ്ക്രീമിന്റെ ഐറ്റത്തിൽ തന്നെ വേറെ ഒരെണ്ണവും കൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് മലയാള അക്ഷര റ അറിയാലോ, ഒരു റാ ഇടണം. ഇതൊരു റായാണ്, മലയാള അക്ഷരം റ. ഈ റായ തമ്മിൽ ഒന്ന് മൂടുവശത്ത്
ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കും. വരച്ചിട്ട് താഴോട്ട് ഒരു 11 പോലെ വരച്ച് അതിനെ ജോയിൻ ചെയ്യണം. ഇത് ഐസ്ക്രീമായി, ഇത് ഐസ്ക്രീമിന്റെ സ്റ്റിക്കായി. ഇതിനെ ഒന്ന് ഒരു ചെറുതായിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കളർ കൊടുക്കാം, ഇവിടെ ഒരു കളർ കൊടുക്കാം, സ്റ്റിക്കിന് ഒരു മെറൂൺ കളറും കൊടുക്കാം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതുപോലെ. ഇനി ഒരു ഐറ്റവും കൂടെ കാണിച്ചു തരാം. നമ്മൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ ഒരു കഷ്ണം നമുക്ക് അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെയെന്ന് നോക്കാം. ഒരു ക്യാപിറ്റൽ ലെറ്റർ എ വരയ്ക്കാം. നമ്മൾ നേരത്തെ വി വരച്ചതുപോലെ ഒരു ക്യാപിറ്റൽ ലെറ്റർ എ. ഇതാ കണ്ടോ, ഒരു ക്യാപിറ്റൽ ലെറ്റർ എ വരച്ചിട്ട് ആ വരകളെ തമ്മിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് അതിന്റെ താഴെ കുറച്ചുകൂടെ ഒന്ന് നീട്ടി ഉണ്ടോ, ഒന്ന് വളച്ചു കൊടുത്താൽ മതി. എന്തെങ്കിലും ഇത് വരണമെങ്കിൽ ഒന്ന് മാച്ച് കളയാം. എന്നിട്ട് ഈ തണ്ണിമത്തന്റെ കുരു എന്ന് സങ്കല്പിച്ച് ഇങ്ങനെ ഓരോ നീളമുള്ള ഓരോ സീറോ പോലെ ഇങ്ങനെ എടുക്കുക. ഇത് തണ്ണിമത്തന്റെ കറുത്ത ആ കുരുവാണ്. ഇവിടെ തണ്ണിമത്തന്റെ തോട് ഭാഗത്ത് നമുക്ക് പച്ച കളറും കൊടുക്കാം, ഇവിടെ ചുവന്ന കളർ റെഡ് കളർ കൊടുക്കണം, ഈ കുരുവിന് കറുത്ത ബ്ലാക്ക് കളർ കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ. ഇതവർക്ക് വരച്ച് നല്ല കഴിക്കാൻ ആരോഗ്യമുള്ള ഒരു ഭക്ഷണമാണ്, പഴവർഗ്ഗമാണ്. ഇതിനെ നമുക്ക് വരച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാം.